കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ജണ്ട ധാട്ട് വരിശ, കുറച്ച് വലിയൊരു വരിശയാണ് നമ്മൾ പാടിയത്. സസരി സാരി സരിഗരീഗ രിഗഗമ, സസരി രീഗ സരി സഗ സരിഗ സരിഗമ. അതിൻ്റെ രണ്ടാം കാലം നമ്മൾ പാടി. ഇനി അതിൻ്റെ മൂന്നും നാലും കാലം നമുക്കൊന്ന് പാടി നോക്കാം. സാ പ സാ പ സാ മൂന്നാം കാലം പാടി നോക്കാം, 4 സ്വരമായിട്ട്. സസരി സാരി സരി ഗരി ഗരി ഗഗമ, സസരി രി ഗ സരി സഗ സരി ഗ സരി ഗമ, രി ഗരി ഗരി ഗമ 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 മ പരി രി ഗ ഗമ രി ഗരി മ രി ഗമ രി ഗമ പ ഗ ഗമ 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 പ മ പ മ പ പ ധ ഗ ഗ മ മ പ ഗ മ ഗ പ ഗ മ പ ഗ മ പ ധ മ മ പ മ പ മ പ ധ പ ധ പ ധ ധ നി മ മ പ പ ധ മ പ മ ധ മ പ ധ മ പ ധ നി പ പ ധ പ ധ പ ധ നി ധ ni da ni ni sa pa pa da da ni pa da ba ni pa da ni pa da ni sa 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 ni sa ni sa ni da ni da ni da da ba sa sa ni ni da sa ni sa da sa ni da ba ni da ni da ba da pa pa ma ni da ba ni da ni ba ni da ba ma dha ba ma pa ma ga dha ba ma dha ba ma ga pa ma ga ma ga ga ri pa ma ga pa ga pa ma ga ri ma ga ri ga ri ri sa ma ga ri ma ga ri sa. മൂന്നാം കാലം എന്താണ്? ഇതിൻ്റെ അതേപോലെ തിരിച്ചും പാടണം. മ ഗ മഗരി ഗാരി ഗരി രി സ മ ഗരി മഗമരി മഗരി മഗരി സ. അങ്ങനെ തിരിച്ചു പാടാം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മ ഗ മഗരി ഗാരി ഗരി രി സ മ ഗരി മഗമരി മഗരി സ പ മ ഗ ഗരി പ മ ഗ മ ഗരി ധാ ബ മ പ മ ഗ ധാ ബ മ ധാ പ മ ഗ ni da ba dha pa ma ni da ba ni da ba ma sa sa ni da ba sa sa ni da sa ni da ba pa da ba da ni sa ba da ni ba da ni sa ma pa ma pa da ni ma pa da da ni ga ma pa ma da ga ma pa da ri ga ma
G ma ma pa re re ga ga ma re ga re ma re ga ma re ga ma pa sa sa re sa re ga re ga ga ma sa sa re ga sa re ga ma. ഇത് തിരിച്ചിതേപോലെ പാടുക. സ്വരസ്ഥാനം ഉറയ്ക്കാനും താളം ഉറയ്ക്കാനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്താം. ഇതിൻ്റെ 4ാം കാലം നമുക്കൊന്ന് പാടി നോക്കാം. 4ാം കാലം ആകുമ്പോഴേക്ക് 8 സ്വരം വീതം വരും. sa sa di sa ga di ga ga ma sa di ga sa di ga sa di ga ga di ga ma ma pa di ga ma ri ga ri ga ma pa ga ma pa ma pa da ga ma pa ga ma pa ma pa da ba da ni ma pa da ma pa ma da pa da ni ni za ba da ni ba da ba ni ba da ni sa sa ni da ni da ba sa sa ni da sa ni da ni da ba ni da ba da ba ba ni da ba ni da ba ma da ba ma pa ma da ba ma da ba ma ga pa ma ga ma ga pa ma ga pa ma ga ri ma ga ri ga ri sa ma ga ri ma ga ri sa. ഇതുപോലെ ഒരാവർത്തനം കൊണ്ട് കഴിയും. കാരണം ഇത് വലുതാണ്. മറ്റേ വരിശകൾ പോലെയല്ല, അതിൻ്റെ ഇരട്ടി വരുന്നുണ്ട്. ഇത് ഇതേപോലെ തിരിച്ചിട്ടും നമുക്ക് പാടി നോക്കാം. ma ga ga ri ri sa ma ga ri ma ga ri sa pa ma ga ga pa ma ga ri da ba da ma pa ma ga da ba ma da ma ga ni da ba da ba ma ni da ba ni da ba ma sa ni da sa ni da sa ni da ba da ni pa ba da ni ba da ni sa. അങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് പാടി പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് നമ്മൾ വേറൊരു പാഠത്തിലേക്ക് കടക്കുകയാണ്. ജണ്ടവരിശകളായിട്ടുള്ള പാഠങ്ങൾ, ഈ ആദ്യ താളത്തിൽ നമ്മൾ ചൊല്ലിയിരുന്ന പാഠങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനിക്കുക എന്ന് പറഞ്ഞാൽ വരിശകളൊക്കെ നമുക്ക് ധാരാളം വരിശകൾ പുതിയതൊക്കെ ഉണ്ടാക്കി നമുക്ക് പാടാവുന്നതാണ്. ഇപ്പോൾ സ്വരസ്ഥാനം ഉറച്ചിട്ടില്ല എന്ന്, ഒരു കുട്ടിക്ക് ഒരു സ്വരസ്ഥാനം ഉറച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുകയാണെന്ന് വെച്ചാൽ നമുക്ക് വരിശകൾ പുതിയതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കാം സ്വരസ്ഥാനം ഉറയ്ക്കണ വരെ. ചിലർക്ക് വേഗം സ്വരസ്ഥാനം ഉറയ്ക്കും, ചിലർക്ക് കുറച്ച് സാവധാനത്തിലേ ഉറയ്ക്കുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പുതിയ വരിശകളൊക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ വരിശകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതിപ്പോൾ നമ്മളിവിടെ ഒരു പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ധാട്ട് വരിശകളും ആയി. എൻ്റെ മുമ്പ് ജണ്ട വരിശകൾ പഠിച്ചു. അതുപോലെ മേൽസായ വരിശ, കീഴ്സായ വരിശ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സുകൾ നമ്മൾ വരുന്നത്. സപ്തതാള അലങ്കാരങ്ങളാണ്. താളം നമ്മൾ ഈ ആദ്യ താളത്തിൽ നിന്ന് മാറാൻ പോവുകയാണ്. സപ്തതാളങ്ങൾ 7 താളങ്ങളാണ്. സപ്തതാളങ്ങൾ 7 താളങ്ങൾ, സപ്തസ്വരങ്ങൾ 7 സ്വരങ്ങൾ, സപ്തവർണ്ണങ്ങൾ 7 വർണ്ണങ്ങൾ. അപ്പോൾ സപ്തതാളങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സപ്തതാളങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ധ്രുവതാളം, രണ്ടാമത്തെ മധ്യതാളം, മൂന്നാമത്തെ രൂപകതാളം, നാലാമത്തെ ത്രിപുടതാളം, അഞ്ചാമത്തെ ജംബതാളം, ആറാമത്തെ അടതാളം, ഏഴാമത്തെ ഏകതാളം. ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ത്രിപുടതാളം, ജംബതാളം, അടതാളം, ഏകതാളം. ഇതാണ് സപ്ത താളങ്ങൾ.
ഈ സപ്ത താളങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്ത പാഠങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓരോ താളത്തിലും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ താളങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് താളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 5 ജാതികളുണ്ട്. 5 ജാതികൾ: തിശ്രജാതി, ചതുരശ്രജാതി, ഖണ്ഡജാതി, മിശ്രജാതി, സങ്കീർണജാതി. ഇങ്ങനെ 5 ജാതികളുണ്ട്. ആ ജാതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു അക്ഷരകാലമുണ്ട്. തിശ്രജാതി എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്. അപ്പം നമ്മൾക്കത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീൻ, തിശ്രം, തീൻ, ഹിന്ദിയിൽ പറയുമ്പോൾ അത് 3 അല്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒരു ഐഡിയ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നമുക്കത് ഓർമ്മിക്കാൻ നല്ലതാണ്. 3 തിശ്രം 3. അതുപോലെ ചതുരശ്രം, ചതു 4 അക്ഷരകാലം, ചതുരശ്രം. ഖണ്ഡം, ഖണ്ഡജാതി എന്ന് പറഞ്ഞാൽ 5 അക്ഷരകാലമാണ്. അത് നമുക്ക് അങ്ങനെ ഓർമ്മിക്കാൻ പറ്റില്ല, നമ്മൾ ശ്രദ്ധിക്കുക. മിശ്രജാതി എന്ന് പറഞ്ഞാൽ 7 അക്ഷരകാലം. സങ്കീർണ ജാതി എന്ന് പറഞ്ഞാൽ 9 അക്ഷരകാലം. ഇതാണ് വരുന്നത്. 3, 4, 5, 7, 9. തിശ്രം 3, ചതുരശ്രം 4, ഖണ്ഡം 5, മിശ്രം 7, സങ്കീർണം 9. ഇങ്ങനെയാണ് അക്ഷരകാലം വരിക. ഇനി ഈ 5 ജാതികൾ നമ്മൾ ചേർത്തിയിട്ട് താളത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്തി പറയുമ്പോഴാണ് ആ താളം പൂർണ്ണമായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം തിശ്രജാതി എന്ന് പറഞ്ഞാൽ 3 അക്ഷരകാലമാണ്. ഈ അക്ഷരകാലം വരുന്നത് ലഘുവിലാണ്. താളത്തിനെ കുറിച്ച് പറയുമ്പോൾ ലഘു എന്നുള്ളത് എന്താണെന്ന് ആദ്യം അറിയണം. ലഘു എന്ന് പറഞ്ഞാൽ താളത്തിൽ അടിച്ച് വിരൽ വെക്കുന്ന ക്രിയ. അപ്പം നമ്മൾ പാടുമ്പോൾ, നമ്മൾ വരിശകൾ പാടുമ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ 3 വിരൽ വെച്ചു. ആ അടിച്ചിട്ടിങ്ങനെ ഈ 3 വിരൽ വെക്കുന്ന, ആ അടിച്ച് വിരൽ വെക്കുന്ന ക്രിയയ്ക്ക് പറയുന്ന പേരാണ് ലഘു. അപ്പം ആ അടിച്ചിട്ടിങ്ങനെ 3 വിരൽ വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 അക്ഷരകാലം എന്നാണ് പറയുക അതിന്. അപ്പം 4 അക്ഷരകാലം വരുന്ന ജാതി ഏതാണ്? ചതുരശ്ര ജാതിയാണ്. അപ്പം നമ്മൾ ഈ ആദ്യ താളപ്പം അടിച്ചത് മുഴുവൻ എന്ത് ജാതി താളാണ്? ചതുരശ്ര ജാതിയിലുള്ള താളാണ്. ഇനി തിശ്ര ജാതിയാണെന്ന് വെച്ചാൽ എന്താണ്? 3 അക്ഷരകാലേ വരണ്ടു. അപ്പം അടിച്ചിട്ട് എത്ര വിരൽ വെക്കണം? 2 വിരലേ വെക്കണ്ടു. 1, 2, 3. അപ്പം ആ ലഘുവിൽ 2 വിരലേ വെക്കണ്ടു. അടുത്തത് എന്താണ്? ഖണ്ഡജാതി, 5 അക്ഷരം. അപ്പം അടിച്ച് എത്ര വിരൽ വെക്കണം? 4 വിരൽ വെക്കണം. 1, 2, 3, 4, 5. അപ്പം ആ ലഘുവിലൊക്കെ അടിച്ചിട്ട് 4 വിരൽ വെക്കണം, ഖണ്ഡജാതി വരുന്ന താളത്തിൽ. അടുത്തത് മിശ്രജാതി. മിശ്രജാതി ആകുമ്പോൾ 7 അക്ഷരകാലമാണ് വരുന്നത്. അപ്പം അടിച്ചിട്ട് 6 വിരൽ വെക്കണം. ഒരു വിരൽ വീണ്ടും നമ്മൾ ഉപയോഗിക്കണം. 1, 2, 3, 4, 5, 6, 7 അക്ഷരകാലം. അങ്ങനെയാണ് ആ ലഘുവിൽ, മിശ്രജാതിയായിട്ടുള്ള ലഘുവിൽ വരിക. സങ്കീർണ ജാതി ആകുമ്പോൾ 9 അക്ഷരകാലം വരും. അപ്പം അടിച്ചിട്ട് നമ്മൾ 8 വിരൽ വെക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9. അങ്ങനെയാണ് ഈ താളത്തിലെ ജാതി ചേരുമ്പോൾ അക്ഷരകാലത്തിൽ മാറ്റം വരുന്നത്. അപ്പം ലഘുവിലാണ് ഈ ജാതി വരുന്നത്. ഇപ്പം തിശ്ര ജാതി വെച്ചാൽ അടിച്ചിട്ട് 2 വിരൽ, ചതുരശ്ര ജാതിയാണെന്ന് വെച്ചാൽ അടിച്ചിട്ട് 3 വിരൽ, ഖണ്ഡജാതിയാണെന്ന് വെച്ചാൽ അടിച്ചിട്ട് 4 വിരൽ, മിശ്രജാതിയാണെന്ന് വെച്ചാൽ അടിച്ചിട്ട് 6 വിരൽ, സങ്കീർണ ജാതിയാണെന്ന് വെച്ചാൽ അടിച്ചിട്ട് 8 വിരൽ വെക്കണം. അങ്ങനെയാണ് അക്ഷരകാലം വരിക. അത് ലഘു. ഇനി ദ്രുതം എന്ന് പറഞ്ഞിട്ട് ഒരു അംഗം കൂടി ഉണ്ട്. ദ്രുതം എന്ന് പറഞ്ഞ ഒരു അംഗമുണ്ട്, അനുദ്രുതം എന്ന് പറഞ്ഞ ഒരു അംഗം കൂടി ഉണ്ട് താളത്തിൽ. അടിച്ച് വീശുന്ന ക്രിയ, അടിച്ച് കൈ മലർത്തുന്ന അല്ലെങ്കിൽ അടിച്ച് വീശുന്ന ക്രിയയ്ക്ക് പറയുന്ന പേരാണ് ദ്രുതം. അത് എപ്പോഴും 2 അക്ഷരമാണ്. 1, 2, മാറ്റമില്ല. അനുദ്രുതം എന്ന് പറഞ്ഞാൽ അടി മാത്രമേ ഉണ്ടാവുള്ളൂ, വീശുണ്ടാവില്ല. അത് എപ്പോഴും 1 അക്ഷരം. അതിനാണ് അനുദ്രുതം എന്ന് പറയുക. ഒരു താളത്തിൽ അടി മാത്രമായി വരുന്ന ക്രിയ, അത് അനുദ്രുതം. ഒരു താളത്തിൽ അടിയും വീശും കൂടി 2ഉം കൂടി വരുന്നത് ദ്രുതം. താളത്തിൽ അടിച്ചിട്ട് വിരൽ വയ്ക്കുന്ന ക്രിയ ലഘു. ഇതാണ് നമ്മൾ താളത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ
പിന്നെ താളത്തിൽ പാടാനുള്ളത് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഈ താളത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായം പറയുക. നന്ദി, നമസ്കാരം.